നമുക്ക് ഇന്ന് കുറച്ച് ഷൂട്ടിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടും കൂടി ഇറങ്ങി നേരെ ക്യാമറാമാനെയും പൊക്കി നമ്മൾ നേരെ പെരുവാര അമ്പലത്തിലേക്ക് വിട്ടു കേട്ടോ. അവിടെ നിന്ന് അത്യാവശ്യം ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കവർ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രസ്സ് മാറാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഓഫീസുകാരുടെ അടുത്ത് എടുത്ത് പറയണം, അവർ നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും അവർ തന്നെ കേട്ടോ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഡ്രസ്സ് മാറി നമുക്ക് എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ തന്നെയാണ് വീണ്ടും എനിക്ക് ഒരുക്കി തന്നെ കേട്ടോ. അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഷൂട്ട് എൻഡ് ചെയ്യണവരെയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. ഞാൻ പറയണ ഹെയർ സ്റ്റൈലും അവൾ പറയണ ഹെയർ സ്റ്റൈലും എല്ലാം കൂടി കൺഫ്യൂഷനായിട്ട് ഞങ്ങളാകെ കൺഫ്യൂഷൻ അടിച്ചാട്ടോ ഓരോരോരും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് വേർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഈ സാധനം അവൾ തന്നുകൊണ്ട് തന്നെ സമാധാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്ത മേക്കപ്പൊക്കെ ഒലിച്ചൊലിച്ചിറങ്ങിയേനെ. അവിടെ നിന്ന് പിന്നെ മന്നം അമ്പലത്തിൽ പോയി കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷനായ പുറപ്പള്ളിക്കാവ് പാടത്തേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ, അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ റിട്ടേൺ ബാക്ക് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഇത്രയായിരുന്നു ഷൂട്ടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഷൂട്ടിൻ്റെ ഫോട്ടോസും ഇതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ, കൂടുതലൊക്കെ നമ്മൾ ഇൻസ്റ്റയിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരായിട്ട് ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്യുക, ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.